ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കണ്ടാലോ? ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇന്ന് എനിക്ക് ശമ്പളം കിട്ടിയ ദിവസമാണ്. എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ദിവസം എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ ആ സന്തോഷം ഒരു ദിവസം മാത്രമാകാതെ മാസം മുഴുവൻ നിലനിൽക്കണമെങ്കിൽ പണം ചെലവാക്കുന്ന രീതിയിലാണ് മാറ്റം വരേണ്ടത്. ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ഇത് വാങ്ങണം, അത് വാങ്ങണം എന്നൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ചെറിയ കാര്യം ഓർക്കാൻ ശ്രമിക്കും. ആവശ്യമുള്ളത് ആദ്യം, ആഗ്രഹമുള്ളത് പിന്നീട്. ഈ ഒരു ശീലം മാത്രം പല അനാവശ്യ ചിലവുകളും ഒഴിവാക്കും. ഇന്ന് ഞാൻ വീട്ടിലേക്ക് വാങ്ങിയത് ആവശ്യമായ ചില കിച്ചൺ സാധനങ്ങളും ചില പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും എൻ്റെ സൂംബ ക്ലാസ്സിന് വേണ്ട പാൻറ്റും സോക്സും പിന്നെ ആരോഗ്യത്തിന് നല്ല ബദാമുമാണ്. ഓരോ സാധനവും വാങ്ങുന്നതിന് മുൻപ് അത് ശരിക്കും ആവശ്യമാണോ എന്ന് ചിന്തിച്ചു. ശമ്പളം കിട്ടിയ ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? മുഴുവൻ പണവും നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ കൂടുതൽ ചെലവഴിക്കും. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും പണം തികയാതെ വരും. അതുകൊണ്ട് ശമ്പളം കിട്ടിയ ആദ്യ ദിവസം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നത് ആദ്യം വാടക, കറണ്ട് ബില്ല്, വെള്ളം ബില്ല്, ലോണ്, കുട്ടികളുടെ സ്കൂൾ ആവശ്യങ്ങൾക്ക്, യാത്രാ ചെലവ് എന്നിവയ്ക്ക് വേണ്ട തുക മാറ്റിവെക്കുക. അതിനുശേഷം ചെറിയൊരു സേവിങ്സ്. ബാക്കി വരുന്ന തുക കൊണ്ടാണ് ഷോപ്പിംഗ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാസാവസാനം ടെൻഷൻ കുറയും. ഒരു ചെറിയ ടിപ്പ് കൂടി. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് ഇല്ലാതെ പോകുമ്പോൾ ഓഫർ കണ്ടും മറ്റുള്ളവർ വാങ്ങുന്നത് കണ്ടും നമുക്കും വാങ്ങണമെന്ന് തോന്നും. പക്ഷേ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അനാവശ്യ ചെലവ് കുറയും. പണം സമ്പാദിക്കുന്നത് മാത്രം പോരാ, പണം കൈകാര്യം ചെയ്യുന്നതും ഒരു കഴിവാണ്. വലിയ ശമ്പളം കിട്ടുന്ന ആളുകൾ പോലും ചിലപ്പോൾ കടത്തിലാകും. അതേസമയം ചെറിയ ശമ്പളം കിട്ടുന്ന ചിലർ നല്ല പ്ലാനിംഗ് കൊണ്ട് സേവിങ്സ് ഉണ്ടാക്കും. അതുകൊണ്ട് ശമ്പളത്തിൻ്റെ വലുപ്പമല്ല, നമ്മുടെ ശീലങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഓരോ മാസവും കുറച്ച് രൂപയെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിക്കൂ. അത് 100 ആയാലും 500 ആയാലും പ്രശ്നമില്ല. സ്ഥിരമായി സേവ് ചെയ്യുന്നതാണ് പ്രധാന കാര്യം. ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അതാണ് ഏറ്റവും വലിയ സഹായം. ഇനി ഒരു കാര്യം കൂടി. മറ്റുള്ളവരെ കണ്ടാണ് ചെലവാക്കരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതവും നമ്മുടെ യഥാർത്ഥ ജീവിതവും വ്യത്യസ്തമാണ്. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ സാമ്പത്തിക സമാധാനം കിട്ടും. ഞാൻ ഫിനാൻസ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ദിവസവും പണവുമായി ബന്ധപ്പെട്ട പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടാകാറുണ്ട്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്: പണം നമ്മളെ നിയന്ത്രിക്കരുത്, നമ്മളാണ് പണത്തെ നിയന്ത്രിക്കേണ്ടത്. എൻ്റെ അനുഭവത്തിലുള്ള മണി മാനേജ്മെൻറ്റ് ടിപ്പുകൾ ഇനിയും വീഡിയോകളിൽ പറഞ്ഞു തരാം. ഇതാണ് എൻ്റെ ഇന്നത്തെ സാലറി ഡേ ഷോപ്പിംഗ്. നിങ്ങൾ ശമ്പളം കിട്ടുന്ന ദിവസം ആദ്യം എന്താണ് ചെയ്യാറുള്ളത്? ആദ്യം സേവ് ചെയ്യാറുണ്ടോ അതോ ആദ്യം ഷോപ്പിംഗ് ആണോ? വീഡിയോയിൽ കമൻ്റായിട്ട് പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.